എല്ലാവർക്കും പ്രഭാതവന്ദനം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. അവൻ മടങ്ങി വരാൻ പോകുന്നു. ഒരു കഷ്ടത്തിലും നിങ്ങൾ കൈവിടപ്പെട്ടു പോകയില്ല. കർത്താവ് നീക്കുപോക്കുണ്ടാക്കും. നിങ്ങളെ ഉയർത്തും, കരുത്തുള്ളവരാക്കും, ഉറപ്പിച്ചു നിർത്തും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി. ഇന്നത്തെ വചനം, ന്യായം പാലിച്ചു തരുന്ന ദൈവം. 26-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ശരിക്കും നീതി ലഭിക്കാത്തവർ, ന്യായം മറഞ്ഞുപോയവർ നമ്മുടെ സമൂഹത്തിൽ നിലവിളിക്കുകയാണ്. എൻ്റെ ന്യായം ആരും അംഗീകരിക്കുന്നില്ലല്ലോ, എനിക്ക് നീതി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീകൾ, വിധവകൾ, വൃദ്ധ മാതാപിതാക്കൾ. അവർക്ക് ന്യായമില്ല, അവർക്ക് നീതിയില്ല. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് ദാവീദ് മാറുകയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ. തനിക്കെപ്പോഴും ഈ യുദ്ധങ്ങളാണല്ലോ. പിന്നെ തൻ്റെ മകൻ തനിക്കെതിരായി, അമ്മായിയപ്പനെതിരായി, സുഹൃത്തുക്കൾ ചില സമയങ്ങളിലെതിരായി. അതുകൊണ്ട് താന് ന്യായത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവത്തെ ഒരു ജഡ്ജിയായിട്ട് കാണുന്നു. ദൈവസന്നിധിയിൽ ഒരു കോടതിയിൽ വരുന്നത് പോലെ ദാവീദ് വരുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ ബോധ്യമനുസരിച്ച് ഞാൻ നിഷ്കളങ്കതയിലാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ന്യായം പാലിച്ചു തരണം കർത്താവേ. ഇന്ന് നിങ്ങൾ ഇതുപോലെ ഒരവസ്ഥയിലൂടെ പോവുകയാണോ? ന്യായം ജീവിതത്തിൽ ലഭിക്കാതെ പോയോ? ഓഫീസിൽ, പിന്നെ ബിസിനസ് രംഗത്ത്, യാത്രകളിലൊക്കെ നമുക്ക് ന്യായമായത്. ഒരിക്കൽ ഗുജറാത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ രാത്രി 11 മണിക്ക് ഈ വന്ദേ ഭാരത് പോലെയുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിൽ കംഫർട്ടബിളായിട്ടുള്ള സീറ്റ് റിസർവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങൾ എന്നെ കയറ്റിവിട്ടു. അവർ പോയി. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഇംഗ്ലീഷാണ് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാം. മലയാളമാണ് സുരക്ഷിതമായ ഭാഷ. ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ സീറ്റിൽ ഒരാൾ ഇരിക്കുവാണ്, കിടക്കാനുള്ള ആ സീറ്റിൽ. അതൊരു വിൻഡോ സീറ്റാണ്. അതിൻ്റെ മുകളിൽ ഒരു ബർത്ത് പോലെയുണ്ട്. അത് ചില സമയത്ത് ഇങ്ങനെ ഈ RAC-കാർക്ക് കൊടുക്കും.
അപ്പോൾ ഒരാൾ മുകളിൽ കിടക്കുകയും രണ്ടുപേര് താഴെ ഇരിക്കുകയും ചെയ്യുന്ന പോലെ അവർ ചെയ്യാറുണ്ട്. എൻ്റെ പൊന്നെ, എനിക്ക് ഭാഷ അറിയത്തില്ല, ഇയാളൊട്ട് എഴുന്നേക്കത്തുമില്ല. ഈ TTR ഒന്ന് വരണ്ടേ, അയാളും വരുന്നില്ല. നിങ്ങൾക്കറിയാമോ, നല്ല രൂപ 2000 3000 ഒക്കെ കൊടുത്തു വാങ്ങിയ ടിക്കറ്റുമായിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്നു. അയാൾ എഴുന്നേക്കുന്നില്ല. നമുക്ക് ന്യായം കിട്ടാതെ പോകുന്ന സമയങ്ങളുണ്ട്, അല്ലേ? നീതി കിട്ടാതെ പോകുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ നേരം വിളിക്കുന്നവരെ ഞാൻ അങ്ങനെ ഒരു മൂലയെ തൂങ്ങി പിടിച്ചിരുന്ന് കഷ്ടപ്പെട്ടു പോയി. അന്ന് ഇച്ചിരി യൗവനമായിരുന്നത് കൊണ്ട് അതൊന്നും സാരമായി തോന്നിയില്ല. എനിക്ക് ന്യായം പാലിച്ചു തരണേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇടപെടാതെ കർത്താവിൽ ആശ്രയിക്കും. നമുക്കങ്ങനെ ആശ്രയിക്കാം. നമ്മുടെ ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ്. God bless you.